الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരാവണമെന്ന് ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ ലോകം ദിനേന പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ മാസങ്ങൾക്ക് മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. ചൈനയിൽ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് അന്നത്തെ വാർത്ത. എന്താണ് ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത? ആ ഹോസ്പിറ്റലിലുള്ള മുഴുവൻ അവിടുത്തെ ജോലിക്കാർ മുഴുവനും AI സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റോബോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളല്ലേ, അപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളെ സ്വീകരിക്കാൻ റോബോട്ട്, നമ്മളെ പരിശോധിക്കുന്നത്, ഡോക്ടർമാരാകുന്നത് റോബോട്ട്, അതേപോലെ നമുക്ക് വേണ്ട മരുന്ന് കുറിച്ചു തരുന്നതും മരുന്ന് എടുത്തു തരുന്നതും, വേണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടതും, ഇങ്ങനെയെല്ലാം റോബോട്ടുകൾ, AI സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റോബോട്ടുകളാണ്. എന്നിട്ട് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ളതിന്റെ കാരണം പറയുന്നുണ്ട്. അത് മനുഷ്യർക്ക് പിഴവ് പറ്റാം. പലപ്പോഴും പല ഓപ്പറേഷനിൽ പിഴവാണ് മരണത്തിലേക്ക് എന്നൊക്കെ നമ്മൾ വായിക്കാറില്ലേ. ഈ നിലക്ക് മനുഷ്യർക്ക് പിഴവ് പറ്റാം, ആ സാധ്യത ഇല്ലാതാക്കാനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് അത്രമാത്രം ടെക്നോളജികളൊക്കെ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ നിലക്കും
ചില അപകടങ്ങളൊക്കെ എന്താ സംഭവിച്ചത്? നമ്മളിങ്ങനെ ഇപ്പൊ നമ്മുടെ മണ്ണാർക്കാട് അടുത്തൊക്കെ നടന്ന ആ അപകടങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ അറിയാം. അവിടെയുള്ള CCTV ആണ്. ചില കേസുകൾ, അത് നിർണായകമായ ചില തെളിവുകൾ ഇത്തരത്തിലുള്ള ആ ദൃശ്യങ്ങളാണ്. ചില മോഷണങ്ങളൊക്കെ പിടിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ നിലക്കും എന്തും അറിയാൻ, എന്തും മനസ്സിലാക്കാൻ, വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതേപോലെ തന്നെ എന്ത് തിന്മയും ചെയ്യാൻ, ഇതൊക്കെ ഉപയോഗിച്ച് എന്ത് നെറുകേട് ചെയ്യാനും പറ്റുന്ന ഒരു സുവർണാവസരം ആളുകൾ ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ജീവിതത്തിൽ ഒന്നുകൂടി സൂക്ഷ്മത പുലർത്തി നന്നാവേണ്ടതിന് പകരം ആളുകൾ പണ്ടത്തേതിനേക്കാൾ ദുഷിച്ചു പോയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. നോക്കി, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറയാ നമ്മളോട്, വിശുദ്ധ ഖുർആന്റെ വചനം, നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട്, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവർ അറിയുന്നുണ്ട്. കൃത്യമായി അന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ റബ്ബിന്റെ നിരീക്ഷണത്തെ കുറിച്ചും നമ്മുടെ ഓരോ പ്രവർത്തനത്തെ കുറിച്ചും നമ്മൾ ശരിക്കു ബോധവാന്മാരായി ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മത ഉണ്ടാവേണ്ടതിന് പകരം ഇന്ന് ആളുകൾ ആകെ മലീമസമായ ഒരു അന്തരീക്ഷമായി നമ്മുടെ ചുറ്റുപാട് മാറിയിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. വേദന അനുഭവിച്ച, നൊന്ത് പ്രസവിച്ച, മരണവേദനക്ക് സമാനമായ വേദന അനുഭവിച്ച് പ്രിയപ്പെട്ട ഒരു എല്ല് പൊട്ടുമ്പോഴുള്ള വേദന എന്ത്? ശാസ്ത്രം പറഞ്ഞില്ലേ, 16 എത്രയോ എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ അനുഭവിക്കുന്നത്. അങ്ങനെ വേദന അനുഭവിച്ച് പൊന്നുപോലെ വളർത്തിയ മോൻ ആ മോന് 20-ലധികം മുറിവുകളുണ്ടാക്കി കൊലപ്പെടുത്തുന്ന ദയനീയ രംഗം, അതും മുസൽമാൻ, പേര് മുസ്ലിം അല്ലേ, മദ്യത്തിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ നോക്കൂ, വിദ്യ പകർന്നു നൽകുന്ന ഗുരുവിന്റെ നേരെ ചെന്ന് കൊലവിളി, ആ കൊലവിളി കൊലവിളി വിളിക്കുന്ന, അക്രമ സ്വഭാവം കാണിക്കുന്ന പുതിയ തലമുറയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ അടുത്ത് എങ്ങനെ വിശ്വസിച്ച് ചെല്ലും? നമ്മുടെ സമീപ ജില്ലയിൽ പഠിക്കുന്ന മെഡിക്കൽ അതല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ മാസങ്ങളായി ഞങ്ങൾ ഇതിന്റെ പിന്നിലാണ്, ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തിനേറെ പ്രിയപ്പെട്ട, ഒരു സ്കൂളിൽ, ഒരു ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലൊന്നും ഒരു ചെറിയ ഒരു പ്രോഗ്രാം വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. കാരണം മക്കൾ വരുന്നത് സ്വബോധത്തോടു കൂടിയല്ല, അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അവന്റെ മതപരമായ ബാധ്യതയാണ് ഇതിനെ ശക്തമായി എതിർക്കുകയും ഈ കാര്യബോധം അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്.
എവിടെയും മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലെങ്കിലും ഇത്തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മാറി നിൽക്കുകയും, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതും വിശ്വാസികളുടെ ബാധ്യതയാണ്, നിർബന്ധ. ആ രൂപത്തിലാണ് ആ പ്രയോഗങ്ങള്. എന്നിട്ട് അല്ലാഹ് നമ്മളോട് അതുകൊണ്ട് ഇത് നമ്മൾ സ്വയം മാറി നിൽക്കുക, നമ്മുടെ കുടുംബത്തെയും ആ രൂപത്തിൽ ഉപദേശിക്കുക. പലപ്പോഴും എന്താന്നോ, ഇനി നോക്കിക്കണ ഇവിടെ നമ്മുടെ കാരണന്മാര് കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അധാർമികത കണ്ടാൽ ഒരു കാലത്ത്, ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ, ഇപ്പൊ തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾ, ആ കുട്ടികൾ സ്കൂളിൽ പോവാതെ നമ്മുടെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും സ്കൂൾ കട്ട് ചെയ്ത് അവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടാൽ, ഏതെങ്കിലും പീഡിയക്കൊലായിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്തോ പറമ്പത്തോ കണ്ടാൽ നമ്മൾ അവരെ ശകാരിക്കും, അവർക്കെതിരെ ശക്തമായ നടപടി നമ്മൾ എടുക്കും. പക്ഷെ ഇന്ന് അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ആളുകൾ അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന അപകടം എന്ന് ആലോചിച്ച് മിണ്ടാതിക്കുക. ഈ ഒരു അവസ്ഥക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, പറ്റില്ല. മരണം വരെ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നോക്കി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ശരിയായ ആദർശത്തിൽ നിന്ന് മാറി നിന്നപ്പോ നൂഹ് നബി നിർത്തിയോ? എപ്പോഴാ നിർത്തുന്നത്? നൂഹ് നബിയും അലൈഹി സ്വലാത്തു വസ്സലാമും മകനും സംസാരിച്ചു കൊണ്ടിരിക്കെ ആ തിര വന്ന് തട്ടി മകനെ കൊണ്ടുപോകുന്ന അതുവരേക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇനി ഇത് എവിടുന്ന് മാറും, ഇനിയിപ്പോ ഒരു മാറ്റം ഉണ്ടാകുമോ? വിശ്വാസികളെ, മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ? മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഈ മൂല്യച്യുതിയിൽ അതിൽ നിന്ന് കരകയറാൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച സമൂഹത്തെ ഇസ്ലാം ഉത്തമ സമൂഹമാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ശരിക്ക് ഇതിന്റെ കാര്യഗൗരവം ശരിക്ക് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ്. ഒരു കാലത്ത് കഅബ നിർമ്മിക്കാൻ നല്ല പണല്ല എന്ന് പറഞ്ഞ അത്രക്കും മോശമായ ആളുകൾ നിന്നു. കഅബ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഹലാലായ പണം ഞങ്ങളുടെ അടുത്തില്ല. അത്രമാത്രം ദുഷിച്ച ഒരു സമൂഹത്തെയാണ് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് അവരെ കുറിച്ച് പറഞ്ഞത്. ആലോചിക്കേണ്ട വിഷയമാണ്. എങ്കിൽ ഇതിന്റെ ഗൗരവം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നോക്കി, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പ്രബോധനത്തിന് പോവുകയാണ്. യമനിലേക്ക് പ്രബോധനത്തിന് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, നബിയെ, ആ യമനിലെ ആളുകള് തേന് കൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തു അവരുണ്ടാക്കുന്നുണ്ട്. എന്ത് നിലപാടാ ഞാൻ എടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത് കുല്ലു മുസ്കിറിൻ ഹറാം, തേനുണ്ടായിക്കോട്ടെ, പക്ഷേ ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ഹറാമാ. അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്, അതിന്റെ ഗണത്തിൽ പെടുത്തണമെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നു. കുല്ലു മുസ്കിറിൻ ഖംർ വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന മദ്യാണ്, എല്ലാ മദ്യവും ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
മാത്രമല്ല റസൂല് എന്തിന്റെ കൂടെ എണ്ണിന്നു? ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെ. അതേപോലെ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കൂടെയാണ് ഈ ഒരു പാപത്തെ റസൂലുള്ള എണ്ണി നമ്മളോട് പറയുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാ, ഔസാനി ഖലീലി, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ, എന്റെ റസൂൽ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എന്ത്? അല്ലാ തുശ്രിക് ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെ കൊണ്ട് നീ പങ്കു ചേർക്കരുത്. വൈൻ കുത്തിഅത വഹുരിക്ത, നിന്നെ കത്തിക്കപ്പെട്ടാലും അങ്ങനെ ഒരു അവസരം ഉണ്ടായാലും, അല്ലെങ്കിൽ നിന്നെ വെട്ടുന്ന ഒരവസ്ഥ, നിന്റെ ജീവൻ തന്നെ പോകുമെന്ന ഒരു അവസ്ഥ ഉണ്ടായാലും അള്ളാഹുൽ നീ പങ്കു ചേർക്കരുത് കേട്ടോ. രണ്ടാമത് പറഞ്ഞു കൊടുക്കാണ്, വലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ, കരുതിക്കൂട്ടി മനഃപൂർവം ഒരു ഫർദ് നമസ്കാരവും നീ ഉപേക്ഷിക്കരുത്. കൂട്ടത്തിൽ പറയാണ്, വലാ തശ്റബിൽ ഖംർ, ഈ മദ്യം നീ കഴിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നെണ്ണം ഒരുമിച്ചാ പറഞ്ഞത്. അതേപോലെ റസൂലുള്ള പറഞ്ഞ മറ്റൊരു സംഗതി എന്താന്നോ? ഈ മൂന്ന് കാര്യം ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകൂല. എന്താ? ലാ യദ്ഖുലുൽ ജന്നത മന്നാൻ, സ്വർഗത്തിൽ പോകൂല ആര്? മന്നാൻ. കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയാം, ഞാൻ അത് കൊടുത്തു ഇത് എടുത്തു എന്നൊക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറയാ, എടുത്തു പറയാ. അങ്ങനെ എടുത്തു പറയുന്നവൻ, വലാ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ. മൂന്നാമത് പറഞ്ഞു, വലാ മുദ്മിനു ഖംർ, കള്ളുകുടിയന്മാർ, മദ്യപാനികൾ ഇല്ല, സ്വർഗത്തിൽ പോകൂലെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ചില ആളുകളെ 10 വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ടെന്നാ. ഏതൊക്കെ? ലഅന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്, ഫിൽ ഖംറി 10, കള്ളിന്റെ വിഷയത്തിൽ 10 വിഭാഗക്കാരെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ഒന്നെന്താ? ആസിറഹ, അതിങ്ങനെ വാറ്റണോന്, കള്ള് വാറ്റണോന്, ഉണ്ടാക്കണോനെ. വമുഅ്തസിറഹ, ആർക്ക് വേണ്ടിയാണോ? ചിലപ്പോ ഓൻ കുടിക്കൊന്നുമില്ല, ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കുക. അങ്ങനെ ആർക്ക് വേണ്ടിയാണോ വാറ്റുന്നത് അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, കുറച്ച് പൂസും, അങ്ങനെ കുടിക്കുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, അതിങ്ങനെ വഹിച്ചു കൊണ്ടുപോകുക, അതിന്റെ പണിക്കാരൻ. വൽ മഹ്മൂലതു ഇലൈഹി, ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോണത് ഓനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വസാഖീഹ, ചിലപ്പോ ഇങ്ങനെ ഒപ്പം കൂടിയും ചില ആൾക്കാരെ കുടിപ്പിക്കും, ആ കുടിപ്പിക്കുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വബായിഅ, അത് വിൽക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വആകില സമനിഹ, അതിന്റെ പണം തിന്നുന്നവനെയും, കള്ള് വിറ്റ് കിട്ടുന്ന പണം അത് തിന്നുന്നവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വൽ മുസ്തരീലഹ, അത് വിലക്ക് വാങ്ങുന്ന ആള്. വൽ മുസ്തറാത്തു ലഹു, ആർക്ക് വേണ്ടിയാണോ വിലക്ക് വാങ്ങുന്നത് അവനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗൗരവമൊക്കെ നമ്മൾ അറിയണം. മാത്രല്ല റസൂലുള്ള പറയാ, 40 ദിവസത്തെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സർവ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. ഫമൻ ശരിബഹ, ആരെങ്കിലും അത് രുചിച്ചു നോക്കിയാൽ, കുടിച്ചാൽ, ലം യഖ്ബലില്ലാഹു മിൻഹു സലാത്തൻ 40 യൗമ, 40 ദിവസത്തെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനിയോ മാത്ത, അത് കുടിച്ചിട്ട് അത് പള്ളിയിൽ ഉണ്ടായിട്ടാണ്, അവന്റെ വയറ്റിൽ ഉണ്ടായിട്ടാണ്, ആ സമയത്താണ് അവൻ മരിച്ചതെങ്കിലോ, വഹിയ ഫീ ബത്നിഹി, അവന്റെ വയറ്റിൽ അതിന്റെ അംശം ഉണ്ട് എങ്കിൽ, മാത്ത മൈതതൻ ജാഹിലിയ, അവനൊരു ജാഹിലി മരണം എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ല, വിശ്വാസിയാവാതെയാണ് അവൻ മരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു വീട്ടിൽ ഒരു മാനസിക രോഗി ഉണ്ട് എങ്കിൽ ആ വീട്ടുകാർ എത്രമാത്രം പ്രയാസം അതിന്റെ പേരിൽ അനുഭവിക്കും. അതിനേക്കാൾ പ്രയാസമായിരിക്കും ഒരു മദ്യപാനി
വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരും ചുറ്റുവട്ടത്തുള്ള ആളുകളും അനുഭവിക്കുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലഹരിയുടെ അതിന്റെ നിയമങ്ങളോ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ല നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്. അതിനപ്പുറം മതപരമായ മാനങ്ങളെ കുറിച്ച്, മതപരമായ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചില്ലേ. 40 ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കൂല, അവൻ അവിശ്വാസിയായിട്ടാണ് മരിക്കുക. അതേപോലെ തന്നെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ അതിന്റെ ഓരോ ആളുകളെയും ശപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇതല്ലല്ലോ. നമ്മുടെ ജീവിതം, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ മരണശേഷമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് നമ്മുടെ വീട്ടിലെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചയുണ്ടാവണം. ഈമാൻ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ വീട് അതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഖുർആൻ പഠന ക്ലാസ്സുകൾ, എത്ര ആളുകൾ അതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്, നമ്മൾ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട്? റസൂൽ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ നല്ലവരാരാ? ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവൻ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവൻ. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കുന്നവരാവണം. അതേപോലെ നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുത്തി കൊടുക്കണം. ഈ പള്ളിയുടെ ജമാഅത്ത്, ഈ പള്ളിയുടെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ അവർ പങ്കെടുപ്പിക്കണം. ഇപ്പൊ നോക്കിയും ഇവിടെ നമ്മളിപ്പോ നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ സന്തോഷം നമുക്ക് തോന്നും. കാരണം ഓരോന്നും നമ്മുടെ AC-യും അതേപോലെ തന്നെ നമ്മുടെ സോളാറും നമ്മുടെ പിന്നെ കുഴൽക്കിണറും അതേപോലെ തന്നെ നമ്മൾ അതിനൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് വലിയ വലിയ സംഖ്യകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാണുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പള്ളിയും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം. പള്ളി മഹല്ലിലെ ഭാരവാഹികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ ഈ ചെറുപ്പക്കാരെ ഈ ദീൻ പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസ സംവിധാനമല്ലാത്ത എന്തുണ്ട്? വേറെ ആരും വരൂലല്ലോ ഇത് പഠിപ്പിക്കാൻ. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ കുട്ടികൾക്ക് ഇപ്പൊ 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സോ കഴിയുന്നതോടുകൂടി ഈ മക്കൾ പോയി എങ്കിൽ അത് കഴിഞ്ഞുള്ള ആളുകൾക്ക് ഈ ബോധമുണ്ടാക്കാൻ ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾ എന്ത് ചെയ്തു? ഭാരവാഹിത്വം ഏറ്റെടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്തു? വേറെ ആരും ഈ കാളമടം മഹലിൽ ചെയ്യാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ ചെയ്യണം. എന്ത് ചെയ്തു? ബോധ്യപ്പെടുത്തി കൊടുക്കുക. നോക്കി, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. അള്ളാന്റെ റസൂല്, വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇതാ റസൂൽ ചെയ്തത്. അവരിലേക്ക് ചെന്ന് ഈ വിശുദ്ധ വേദങ്ങള്, ഈ ആയത്തുകള് അത് കൃത്യമായി അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്തു. മാറ്റങ്ങൾ ഇങ്ങനെ വന്നു. എങ്കിൽ ഇന്നത്തെ പുതിയ തലമുറക്ക് പഴയ രൂപത്തിലുള്ള അല്ലെങ്കിൽ പഴയ രൂപത്തിൽ നിന്ന് മാറി കുട്ടികളുടെ മനസ്സിലേക്ക്, ഈ ആളുകളിലേക്ക്, യുവാക്കളിലേക്ക്, കൗമാരക്കാരിലേക്ക് ഈ ആദർശം എത്താൻ എന്ത് ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എല്ലാം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഈ കാര്യം കൂടി ഗൗരവമായി മഹല്ല് ഭാരവാഹികൾ ആലോചിക്കണം എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ നമ്മൾ ഓർക്കുക, ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുകയും നന്മയെ നന്മയായി കൊണ്ട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കാനും നാം തയ്യാറാവുക. അള്ളാഹു അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ
حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف الأنبياء والمرسلين. സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്, ലോകം ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി എല്ലാ നിലക്കും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധാർമ്മികപരമായ അവസ്ഥ, അതിന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറക്ക് മാതാപിതാക്കളോടോ സമൂഹത്തിനോടോ സമുദായത്തിനോടോ പ്രത്യേകിച്ച് കടമകളോ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ഇല്ലാത്ത ഒരു പുതിയ അവസ്ഥയിലേക്ക്, ആരാണ് എന്താണ് എന്ന കൃത്യമായ ബോധമില്ല. മാതാവ് ആരാണ്, പിതാവ് ആരാണ്, അവരോടുള്ള ബാധ്യതകൾ എന്താണ്, മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധമില്ലാത്ത അവസ്ഥ ഇങ്ങനെ മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, മഹല്ലിന്റെ ബാധ്യതയാണ്, ഓരോരുത്തരുടെയും ബാധ്യതയാണ് കൃത്യമായി ആളുകളിലേക്ക് ദിശാബോധം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്റെ മക്കളല്ല, ഞാനുമായി ബന്ധപ്പെട്ടല്ല, എന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും മാറി നിൽക്കരുത്. കൃത്യമായി നമ്മൾ ഇടപെടണം. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ 25-ാമത്തെ ആയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അല്ലാഹ് പറയുന്നത്, വത്തഖൂ ഫിത്ന വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തെ, ഒരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ അത് വരുമ്പോ അത് അക്രമികളെ, നിങ്ങളുടെ കൂട്ടത്തിലെ അക്രമികളെ പ്രത്യേകമായി ബാധിക്കുന്നതല്ല. അത് അല്ലാഹു ഒരു ശിക്ഷ തരുമ്പോ അക്രമികളെ, തോന്നിവാസികളെ മാത്രമല്ല ബാധിക്കുക, എല്ലാവരെയുമാണ് ബാധിക്കുക. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന തിരിച്ചറിവുണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ മദ്രസിന്റെ കൂടെ തന്നെ ഈ ആളുകളെ നന്നാക്കാൻ പറ്റുന്ന നല്ല സംവിധാനങ്ങൾ നമ്മുടെ മഹലിന്റെ കീഴിൽ ഉണ്ടാവണം. നമ്മുടെ മഹല്ല് ഒരു മാതൃകാ മഹല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും. പണ്ടത്തെ നമുക്കറിയാം, 1-2 വർഷം പിന്നിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ പള്ളി, നമ്മുടെ പരിസരം, സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. എല്ലാം കൊണ്ടും ആരാധനകൾ നിർവഹിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്കൊരു സന്തോഷമുണ്ട്, നമുക്ക് ആനന്ദമുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്, ഒരുപാട് ആളുകളുടെ സമ്പത്തുണ്ട്, ഒരുപാട് ആളുകളുടെ സമയമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പറയുവാനുള്ളത് ഇനിയും ഒരുപാട് നമ്മുടെ റമദാന്റെ മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആളുകളൊക്കെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, നമ്മുടെ മുഴുവൻ മഹല്ല്, ചെറിയത് മതി, എല്ലാ നിലക്കും നമ്മുടേതായ ഒരു ഭാഗവാക്കായിട്ട് ഇതിനെ ഒരു നല്ലൊരു വിജയത്തിലേക്ക് നമ്മൾ എത്തിപ്പിക്കണം എന്നാണ് ഈ സമയത്ത് എല്ലാവരോടും കൂടി ആവശ്യപ്പെടാനുള്ളത്. പ്രിയപ്പെട്ടവര്, പണം റബ്ബ് തന്നതാണ്, അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. ഉണ്ടായിട്ടും അത് നമ്മളിങ്ങനെ പിശുക്ക് വെക്കുന്നത് അത് നല്ലതല്ല എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുക. എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. ഇപ്പൊ നോക്കി, ഞങ്ങളുടെ കൂട്ടത്തില് കഴിഞ്ഞ ഉംറക്ക് പോയപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. 2 ദിവസം മുമ്പാണ് ഇവിടുന്ന് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ സമീപ പ്രദേശം വെള്ളിയഞ്ചേരി മജീദ് സാഹിബ് പെട്ടെന്നാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഇപ്പൊ ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു, എപ്പോഴും ഇങ്ങനെ ഈ യാത്ര ഇങ്ങനെ പോകുമ്പോ പിന്നെ തടിയമ്പറവ് ഭാഗത്തേക്ക് പോകുമ്പോ എപ്പോഴും ആ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സൈനാത്തെ എന്തോ പേര് അവര് മരണപ്പെട്ടു എന്നാണ്. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് വരെ അവിടെ ആ കടയിൽ ഉണ്ടായിരുന്നു. ഇനി ഇനി ഒരു ദിവസം നമ്മളെ പറ്റിയായിരിക്കും ആളുകൾ പറയാ, മരണപ്പെട്ടോ. എത്ര മരണങ്ങളാ ഇപ്പൊ നമ്മൾ കേൾക്കുന്നൊക്കെ, അപകട മരണങ്ങളാ. അതുകൊണ്ട് നമ്മുടെ മരണം വരുന്നതിന് മുമ്പ് നമ്മളെ സ്വത്ത് നമ്മളേതാക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക.
എങ്കിൽ അത് അവിടെ ഉണ്ടാകും. ചെലവഴിച്ച ഒരുപാട് ആളുകളുണ്ട്, കയ്യും മെയ്യും മറന്ന് സഹായിച്ച ആളുകളുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സ് ഒരു കൂട്ടം ആളുകൾക്ക് അള്ളാഹിന്റെ സ്വർഗ്ഗമുണ്ട്. അതെന്താ? മുഅല്ലഖും ബിൽ മസ്ജിദ്, അല്ലെ? പള്ളിയുമായിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ആ ബന്ധിച്ച ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത് നരകത്ത് നിന്നുള്ള മോചനമാണ്, സ്വർഗത്തിന്റെ പ്രവേശനമാണ്. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ നിലക്കൊക്കെ സഹായിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും സമ്പത്തും എല്ലാം നമുക്ക് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ നമ്മളിൽ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ഈ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ മരണപ്പെട്ട നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവിടെയൊക്കെ കബറിടം സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. അതേപോലെ രോഗികളായ കുറെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായും അസത്യം അസത്യമായും മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ ജീവിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങള്, ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങള് നമ്മളിങ്ങനെ കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പരസ്പരം കുടുംബത്തോടെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു ഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.